സുഹൃത്തുക്കളെ, പുതിയ യാത്രക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ സാധനങ്ങളാണ്. ഇനി ഫ്ലൈറ്റിൽ പോകുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് കേട്ടോ. കാരണം അന്ന് ഞാൻ ചെയ്ത ഹിമാലയ യാത്രയിൽ കൊണ്ടുപോയ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാൻ സാധിക്കില്ല. ഒരു 30 കിലോക്കുള്ളിലായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാൻ ക്യാരി ചെയ്തിരിക്കുന്നത്. അത്രയും പ്രധാനപ്പെട്ട സാധനങ്ങളാണ്. ഇതിനകത്ത് വലിയ ബാക്ക് പാക്ക് ഉണ്ടോ, ഇതാണ് എൻ്റെ മെയിൻ ബാക്ക് പാക്ക് എന്ന് പറയുന്നത്. ഇതെൻ്റെ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ ഇടുന്ന ഒരു ചെറിയൊരു ബാഗ്, ചെസ്റ്റിന് ഇടാൻ വേണ്ടിയിട്ട്. 2 ടെൻറ്റ്, നമ്മുടെ പാത്രം ഉണ്ട് കേട്ടോ, പാത്രവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഷൂ ആണ്, ഒരു ട്രെക്കിംഗ് ഷൂ, ഒരു ഹൈക്കിംഗ് ഷൂവും, പിന്നെ കുത്തി നടക്കാനുള്ള വടി കേട്ടോ, ഹൈക്കിംഗ് പോളെന്ന് പറയും. പിന്നെ ക്യാമറ, ലാപ്ടോപ്പ്, ജാക്കറ്റ്. ഡ്രസ്സ് ഞാൻ ഇങ്ങനെ കൊണ്ടുപോകട്ടെ, നല്ല ഭാരമുണ്ട്. ഡ്രസ്സ് കണ്ടോ, എല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇതിനകത്താണ് ഓരോന്നായിട്ടുള്ളത്. അതിന് പുറത്തുനിന്ന് മെയിൻ സാധനമാണ് ഈ കാണുന്ന സ്റ്റൗ കേട്ടോ. ഈ സ്റ്റൗവിന് പ്രത്യേകത ഉണ്ട്, ഇത് മൾട്ടി ഫ്യൂൽ സ്റ്റൗ ആണ്. അതായത് നമ്മൾ മണ്ണെണ്ണ, പെട്രോൾ, ഡീസലൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ഫ്ലൈറ്റിനകത്ത് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ഡൗട്ടുള്ളത്. ഈ ക്യാന് കണ്ടോ, ഇത് തുറന്നിട്ടാണ് ഒഴിക്കേണ്ടത്. ഇതിനകത്ത് ഇപ്പോൾ നിലവിലൊന്നുമില്ല, സോപ്പിട്ട് കഴുകി വെച്ചിരിക്കുവാണ്. ഇത് കൊണ്ടുപോകുമ്പോഴാണ് കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇല്ല. നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ഇങ്ങനെയാണ് നിലവിലെ ഒരുക്കെന്ന് പറയുന്നത്. അവിടെ എത്തി ഇനി എൻ്റെ യാത്ര വിയറ്റ്നാമിലേക്കാണ് ആദ്യം പോകുന്നത്. അത് കഴിഞ്ഞ് കുറേ രാജ്യങ്ങൾ എനിക്ക് സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്വപ്നമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്, പുറത്തേക്കുള്ള യാത്രക്കുള്ളത്. ട്രക്കിങ്ങും ക്യാമ്പിംഗ് ഒക്കെ പോസിബിൾ ആണെങ്കിൽ ഒറ്റയ്ക്ക് എൻ്റെ കുക്കിങ്ങും വീഡിയോസും നിങ്ങൾക്ക് എല്ലാം കാണാൻ സാധിക്കും. എന്തായാലും കാത്തിരിക്കുക. മനോഹരമായ വിയറ്റ്നാം വീഡിയോസുമായിട്ട് ഞാൻ ഉടനെ വരാം.